ലിവിംഗ് ടുഗദർ ആയി കഴിഞ്ഞാലേ പിന്നെ നിങ്ങളുടെ ഫോട്ടോ എടുപ്പ് എന്തിനാപ്പാ? അതായത് ഞങ്ങള് പേഴ്സണലി അറിയുന്ന കുറെ ആപ്പീസ് കൂട്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് ആപ്പീസ് പൂട്ടൂല. പോയി രജിസ്റ്റർ ഓഫീസിൽ പോയി 30 ദിവസത്തെ പരസ്യമൊക്കെ ഇട്ട് വിവാഹം കഴിച്ച ശേഷം ഇരട്ടി ആർഭാടത്തോടു കൂടി റിസപ്ഷൻ നടത്തുന്ന ആളുകൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നത് അല്ല അവർക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മറ്റോ ചാടിപ്പൊക്കളെന്ന് പേടിയാണോ? അല്ല അത് അവർക്ക് അല്ല എന്നാലും ഒരു ചെലവേ ഉള്ളൂ. ഒരു ചെലവ് എന്നാലും ഒരു ചെലവല്ലേ ഉള്ളൂ. ചെലവ് കൂട്ടുന്നതൊന്നും ഫോട്ടോഗ്രാഫർ ഒന്നും അല്ല സാറേ. ഇവരുടെ മുഖത്ത് നോക്കാതെ ഒരു ചോദ്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ ഈ ലക്ഷറീസ് ആക്കുന്നതിൽ ഇവർക്ക് നല്ല റോളുണ്ടോ? പിന്നെ പറക്കാട്ടിനെ മാറ്റി വരുന്നു ഉറപ്പായിട്ടുണ്ട്. കാര്യം പറയാം. ഇവരുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്നാണെന്ന് അറിയാം. ഈ പറഞ്ഞ ഇപ്പൊ ഈ പുതുതായിട്ട് കടന്ന് ഇതുപോലെ ഇമാതിരി കല്യാണം നടത്തുന്നവരെയും ആർപ്പാട കല്യാണം പ്രധാനമായ ലക്ഷ്യം എന്നാ കുഞ്ചന്തമ്മയാർ ഈ അവസരത്തിൽ നമ്മൾ ഓർത്ത് നോക്കണം. ഇവസ്തംഭം മഹാശ്ചര്യം, എനിക്ക് കിട്ടണം പണം, ആ ഒരു ലക്ഷ്യം അല്ലാതെ കച്ചവടം ബിസിനസ്സാ. പക്കാ ബിസിനസ്. ഏതാ ബിസിനസ് അല്ലാത്തത്? താങ്കൾ പറയണത് ശുദ്ധാസംബന്ധം അങ്ങനെയല്ല പറയേണ്ടത്. ഫോട്ടോഗ്രാഫർക്ക് അവരുടെ തൊഴിലിലേക്ക് വരാനായിട്ട് എന്ത് ലക്ഷങ്ങളുടെ ചെലവാ. 15 ലക്ഷമോ 20 ലക്ഷമോ മുടക്കി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 3 മാസം അതിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണം. വലിയ ചെലവാ. ഞാൻ ഫോട്ടോ ക്യാമറ മാത്രമല്ല പറഞ്ഞത്, ഞാൻ ഈവൻ മാനേജ്മെന്റ് ഇതെല്ലാം ബിസിനസ്സാ, തട്ടിപ്പാന്ന് പറയും. ഈ ബിസിനസ്സുകാരില്ലെങ്കിൽ തൊഴിലാളികൾ ഉണ്ടാവുമോ? അവരുടെ കുടുംബങ്ങളിലെ വരുമാനം തട്ടിപ്പാന്ന് പറഞ്ഞില്ല. നിങ്ങൾ പ്രചോദനം കൊടുക്കുന്നു, അവർ കാശ് ചെലവഴിക്കും. നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ച 20,000 രൂപയോ 30,000 രൂപയ്ക്ക് തീരുന്ന ചില ഈ പ്രോജക്റ്റുകൾ, ഇപ്പൊ ഫോട്ടോഗ്രാഫി പ്രോജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾ 3 ലക്ഷം രൂപ പറയാണ്. അതുകൊണ്ട് നിങ്ങൾ ടൈം ആയിട്ടുള്ള കാര്യം പറയുന്നത് ഇവിടുത്തെ അനുസരിച്ച് ഒരാൾ വന്നിട്ട് ഒരു ദിവസം ഒരിക്കലും ദിവസം വർക്ക് ചെയ്യണ ആളുകൾ ഫോട്ടോഗ്രാഫറിലുള്ള വീഡിയോഗ്രാഫർ 10,000-20,000 രൂപ ഉൾപ്പെടെയുള്ളതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ പണ്ടത്തെ പോലെ ക്യാമറ കാണാത്ത ആൾക്കാരൊന്നും അല്ല. എല്ലാവരും കയ്യിലുണ്ട്. വഞ്ചിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചു. ഇദ്ദേഹത്തിനും പറഞ്ഞു ക്യാമറയ്ക്കൊക്കെ ഭയങ്കര റേറ്റ്. അദ്ദേഹം വന്ന് 10 സ്റ്റിൽ എടുത്ത് തന്നു. ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് പ്രോഗ്രാമിന് അദ്ദേഹം ആകെ വാങ്ങിച്ചത് 1000. ഞാൻ വേണ്ടി കാണിച്ച 1000 രൂപ വാങ്ങിച്ചോളൂ. 10 സ്റ്റിൽ എടുക്കാൻ 1000 രൂപ. നിങ്ങളാണെങ്കിൽ വന്ന് ഈവൻ മാനേജ്മെന്റ് ആരെ ഏൽപ്പിക്കും? 10,000 രൂപ വാങ്ങിച്ചോണ്ടിരിക്കും. ഹോൾ അറേഞ്ച്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് 10 രൂപ 1000 രൂപ ഫോട്ടോ എടുക്കാനുള്ള ആളെ കിട്ടുമല്ലോ. അതാണ് സമൂഹത്തില് ഞങ്ങളുടേതായിട്ടുള്ള ക്വാളിറ്റിയില് ഞങ്ങളുടേതായിട്ടുള്ള ഗിയറുകള്, ഞങ്ങളുടേതായിട്ടുള്ള ക്യാമറ ലെൻസുകള്, അതുപോലെ തന്നെ എഡിറ്റിംഗ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നു. ആർക്കും ഒരു തട്ടിപ്പും ചെയ്യാൻ പറ്റില്ല. എന്ന് ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.